ഒടുവിൽ CPIM ആ തീരുമാനവും എടുത്തു. കുറച്ച് നേരത്തെ വേണമായിരുന്നു എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ അന്വേഷിച്ച് കൃത്യമായ റിപ്പോർട്ട് ലഭിക്കാതെ എങ്ങനെ വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ ഉയർന്ന IPS ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കും? ഈ ചോദ്യമാണ് സർക്കാരിനെ അലട്ടിയിരുന്നത്, മുഖ്യമന്ത്രിയെ അലട്ടിയിരുന്നത്. അതുതന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയും ചെയ്തത്. ഒരിക്കലും ഒരു ആരോപണത്തിന്റെ പേരിൽ ആർക്കെതിരെയും നടപടിയെടുക്കാൻ കഴിയില്ല. ഇന്ന് ADGP MR അജിത്കുമാറിനെതിരെയായിരിക്കും ആരോപണം ഉയർന്നു വന്നത്. നാളെ അത് DGPക്കെതിരെയാകാം, നാളെ മറ്റൊരു ADGPക്കെതിരെയാകാം. അത് ഒരു കീഴ്വഴക്കമായി മാറും. ആരോപണം ഉന്നയിച്ചാൽ ഉടൻ മാറ്റുക, അതല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പ്രഖ്യാപിച്ചിരുന്നു ആരോപണത്തിന്റെ പേരിൽ ഒരാൾക്കെതിരെയും നടപടിയെടുക്കില്ല എന്ന്. ആരോപണം വിശദമായി പരിശോധിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ മാത്രമേ അതിൽ ഒരു പരിധിവരെയെങ്കിലും പ്രഥമദൃഷ്ടിയായെങ്കിലും കഴമ്പുണ്ട് എന്ന് കണ്ടാൽ മാത്രമേ നടപടിയെടുക്കുകയുള്ളൂ എന്നും അതിലേക്കാണ് ഇപ്പോൾ CPIM എത്തിയിരിക്കുന്നത്. ആദ്യം മുതൽ CPIM പറഞ്ഞു വന്ന കാര്യം അതിലേക്ക് ഇപ്പോൾ CPIM എത്തിയിരിക്കുന്നു എന്നർത്ഥം. CPI പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPI ഇതിനു മുമ്പ് തന്നെ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ADGP MR അജിത്കുമാറിനെ മാറ്റും എന്നത് തന്നെയാണ്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താനാണ് ഇപ്പോൾ തീരുമാനം. പുതിയ ചുമതല നൽകണമോ എന്ന കാര്യത്തിൽ ബുധനാഴ്ച ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനമെടുക്കും എന്നാണ് അറിയുന്നത്. CPI നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. പുതിയ ചുമതല നൽകേണ്ടതുണ്ടോ, അത് എന്ത് നൽകണം എന്ന് സർക്കാർ തീരുമാനിക്കട്ടെ എന്നാണ് CPIMന്റെ നിലപാട്. ബുധനാഴ്ച ക്യാബിനറ്റ് യോഗമുണ്ട്. അതിനു മുമ്പ് തന്നെ തീരുമാനം വരാനും സാധ്യതയുണ്ട്. ക്യാബിനറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനം പ്രഖ്യാപിക്കും മുഖ്യമന്ത്രി എന്നാണ് CPIM നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ധാരണ CPIMൽ രൂപപ്പെട്ടു എന്നർത്ഥം. മുതിർന്ന CPIM നേതാക്കൾ ദില്ലിയിലാണ് എല്ലാവരും ഉള്ളത്. ദില്ലിയിൽ കേന്ദ്ര കമ്മിറ്റി PB യോഗങ്ങൾ നടക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും PB അംഗങ്ങളും ഒന്നിച്ചിരുന്ന് എടുത്ത തീരുമാനമാണ്. കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര നേതാക്കളുമായും ആശയവിനിമയം നടത്തിയതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഘടകകക്ഷിയായ CPI ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യവും കൂടി സജീവമായി ചർച്ച ചെയ്തു CPIM. ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് CPI. ആ ഘടകകക്ഷിയെ പിണക്കാൻ കഴിയില്ല. PV അൻവറിന്റെ ആരോപണം വലിയ പ്രശ്നമായി CPIM കണക്കാക്കുന്നില്ല. അത് അതിന്റെ വഴിക്ക് പോകും. ഇത്രയും ആരോപണം ഇതിനു മുമ്പ് പലരും ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളൊക്കെ എന്തായി എന്ന ചോദ്യമാണ് ഉയരുന്നത്. CPIMന്റെ MLA അല്ല PV അൻവർ, സ്വതന്ത്ര MLA ആണ്. സ്വതന്ത്ര MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് സ്വതന്ത്ര നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അതിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് CPIMന്റെ നിലപാട്. CPIMനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് പ്രതിരോധിക്കാൻ കഴിയും. ഇതിനേക്കാളും വലിയ ആരോപണങ്ങളും ഇതിനേക്കാളും വലിയ പ്രതിസന്ധിയും CPIM അതിജീവിച്ചിട്ടുണ്ട്. പിന്നെയല്ലേ PV അൻവർ എന്ന ചോദ്യമാണ് CPIM നേതാക്കൾ ഉന്നയിക്കുന്നത്. PV അൻവറിന്റെ ആരോപണം കാര്യമായി എടുക്കുന്നേയില്ല. എന്നാൽ CPI ഉന്നയിച്ച ആരോപണത്തെ തള്ളിക്കളയാൻ CPIMന് കഴിയില്ല. LDFിലെ പ്രധാന ഘടകകക്ഷിയാണ് CPI. അതുകൊണ്ട് തന്നെ CPI മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യം അത് അംഗീകരിക്കണം, അത് ഗൗരവമായി പരിഗണിക്കണം എന്ന് തന്നെയാണ് CPI നേതാക്കൾ കണക്കാക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തീരുമാനം എന്നർത്ഥം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, മുഖ്യമന്ത്രി എന്താണോ ആദ്യം പറഞ്ഞത് അവിടത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നർത്ഥം. മുഖ്യമന്ത്രി ആദ്യം മുതൽ പറഞ്ഞത് ആരോപണത്തിന്റെ പേരിൽ ആർക്കെതിരെയും നടപടിയെടുക്കാൻ കഴിയില്ല, അത് ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കും, അത് പറ്റില്ല എന്ന ഉറച്ച നിലപാടിൽ മുഖ്യമന്ത്രി എത്തിയിരുന്നു. അന്വേഷിക്കട്ടെ, അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ കഴിയും എന്നതാണ്. അന്വേഷണം ഒരു പരിധിവരെ മുന്നോട്ട് പോയി. വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത്കുമാർ നൽകിയ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് DGP ആഭ്യന്തര വകുപ്പ് തള്ളിക്കളഞ്ഞു. രണ്ടുപേരും തള്ളിക്കളഞ്ഞു. പുതിയ അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചു. അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു, നിർദ്ദേശം നൽകുകയും ചെയ്തു ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും. അതുകൊണ്ട് എന്തോ ചില നീക്കങ്ങൾ അല്ലെങ്കിൽ എന്തോ ചില സംഭവങ്ങൾ, എന്തോ ചില നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പൂർവ്വമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിൽ MR അജിത്കുമാറിന് പങ്കുണ്ട് എന്ന സംശയം പ്രഥമദൃഷ്ട്യാ ബലപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് DGP നൽകിയിരിക്കുന്നത്, ആഭ്യന്തര സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത്കുമാറിനെ ഇപ്പോൾ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബുധനാഴ്ച ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും, ഉറപ്പിച്ചു പറയുന്നു CPIM നേതാക്കൾ.